ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ 9000 HP ഇലക്ട്രിക് ലോക്കോമോട്ടീവ് എഞ്ചിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് നിർമ്മിച്ച ദാഹോദിലെ ലോക്കോമോട്ടീവ് നിർമ്മാണ പ്ലാന്റും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ലോകോത്തര യാത്രാ സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്രത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആഭ്യന്തര ഉപയോഗത്തിനും കയറ്റുമതിക്കുമായി 9000 HP ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾ പ്ലാന്റിൽ ഉത്പാദിപ്പിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇവ ഒരു പ്രധാന പങ്കുവഹിക്കും. ഊർജ ഉപഭോഗം കുറയ്ക്കുന്നതിനും പരിസ്ഥിതി സുസ്ഥിരതയെ പിന്തുണയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംവിധാനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദാഹോദ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി 24,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. നിരവധി റെയിൽവേ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവയ്ക്ക് പുറമെ വേരാവലിൽ നിന്നും അഹമ്മദാബാദിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ 9000 HP ലോക്കോമോട്ടീവ് ആൻഡ് ദാഹോദ് ലോക്കോമോട്ടീവ് വർക്ക്ഷോപ്പ് അറിയേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ദാഹോദ് ലോക്കോമോട്ടീവ് നിർമ്മാണ വർക്ക്ഷോപ്പിന്റെ തറക്കല്ലിടൽ 2022 നടന്നു. 3 വർഷത്തിനുള്ളിൽ ഈ ഉൽപാദന സൗകര്യം പൂർത്തിയായി. 21,405 കോടി രൂപ മുതൽ മുടക്കിയാണ് റെയിൽവേ മന്ത്രാലയ പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പരിപാടിയുടെ ഭാഗമായാണ് 9000 HP ലോക്കോമോട്ടീവ് എഞ്ചിൻ നിർമ്മിച്ചതെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ദശകത്തിനുള്ളിൽ ഏകദേശം 1200 എഞ്ചിനുകൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. ഈ സൗകര്യത്തിന്റെ നിർമ്മാണ സജ്ജീകരണത്തിന് പ്രതിവർഷം 120 ലോക്കോമോട്ടീവുകൾ ഉത്പാദിപ്പിക്കാൻ കഴിയും. വിപണി ആവശ്യകതകളെ അടിസ്ഥാനമാക്കി പ്രതിവർഷം 150 യൂണിറ്റായി ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. ആഭ്യന്തര ആവശ്യകതകൾക്കും കയറ്റുമതി ആവശ്യങ്ങൾക്കും വേണ്ടി 9000 HP ഇലക്ട്രിക് ലോക്കോമോട്ടീവുകൾ നിർമ്മിക്കുന്നതിനാണ് ഈ സൗകര്യം സമർപ്പിച്ചിരിക്കുന്നത്. ഈ ശക്തമായ എഞ്ചിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ശൃംഖലയുടെ ചരക്ക് ഗതാഗത ശേഷി വർദ്ധിപ്പിക്കും. റീജനറേറ്റീവ് ബ്രേക്കിംഗ് സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ലോക്കോമോട്ടീവുകൾ പരിസ്ഥിതി സൗഹൃദ റെയിൽവേ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ഊർജ്ജ കാര്യക്ഷമമായ ഡിസൈനുകൾ ഉൾക്കൊള്ളുന്നു. ദാഹോദ് റെയിൽവേ ഉത്പാദന കേന്ദ്രം 10,000 പേർക്ക് തൊഴിൽ നൽകുകയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.